മുഖ്യമന്ത്രി അല്പസമയത്തിനകം ലിഫ്റ്റിലൂടെ ഈ വഴി കടന്നു പോകും. ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങി ഈ വഴി നമ്മുടെ ക്യാമറയുള്ള സ്ഥലത്തൂടെ കടന്നു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലല്ല, അവിടെ ലെഫ്റ്റ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് പ്രവർത്തകരും വന്നിട്ട് മുഖ്യമന്ത്രി ലിഫ്റ്റിലായിരിക്കും സാധാരണ ഉപയോഗിക്കുക. മുഖ്യമന്ത്രി ഒരു പക്ഷേ ചർച്ചയ്ക്ക് ശേഷം ഒരു 5 മിനിറ്റ് ആയുള്ള മുഖ്യമന്ത്രി എത്തിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിധമായ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ഓഫീസുള്ള കെട്ടിട സമുച്ചയത്തിൽ നിന്ന് മുഖ്യമന്ത്രി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തോ പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്നറിയില്ല. പ്രതികരിക്കാനില്ലെന്നാണോ അതോ തെളിവുകൂട്ടണ്ടെന്നാണോ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നിന്ന് മടങ്ങുകയാണ്. അപകട സ്ഥലം സന്ദർശിക്കുമോ എന്ന് സംബന്ധിച്ച് നമുക്ക് നിലവിൽ യാതൊരുവിധമായ അറിയിപ്പുമില്ല. ഒരു പക്ഷേ അദ്ദേഹം ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ശബ്ദം കേൾപ്പിക്കാൻ തോന്നുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് മന്ത്രി VN വാസവനും കയറിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ ശേഷം മുഖ്യമന്ത്രി ഇതാ മടങ്ങുകയാണ്. ഇവിടെ ചർച്ച നടത്തി ഇനിയിപ്പോൾ അപകടം സ്ഥലം സന്ദർശിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മുഖ്യമന്ത്രി എന്തായാലും അവിടെ എത്തിയ ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ തത്സമയം കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായാലും എന്തോ ഒരു വാചകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നേരത്തെ മാധ്യമങ്ങളെ അറിയിക്കാത്തതിനെ കുറിച്ചും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പെട്ടെന്ന് അവിടെ എത്തിയതിനെ കുറിച്ചുമാണ്. അത് സാധാരണ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇതിന്റെ മറുഭാഗം എന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം നേരത്തെ മന്ത്രി VN വാസവൻ പറഞ്ഞ പോലെയോ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ പോലെ വളരെ ലഘുവായ ഒന്നല്ല എന്നത് മുഖ്യമന്ത്രി കാണുന്നു, സർക്കാർ കാണുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ആംഗിൾ കൂടി മുഖ്യമന്ത്രിയുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സന്ദർശനത്തിനുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് അപ്രതീക്ഷിതമായൊരു വലിയ അപകടമാണ്, അതൊരു ആഘാതമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടം എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്, അതിൽ എങ്ങനെയാണ് ആളുകൾ കയറിയത്, എന്തുകൊണ്ടത് പൊളിഞ്ഞു വീഴുമായിരുന്നെങ്കിൽ മുൻകൂട്ടി കണ്ടതിന് അവിടെ നിന്ന് പൊളിച്ചു നീക്കിയില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. 10,000-കണക്കിന് രോഗികൾ ദൈനംദിനം വന്നു പോകുന്ന, എല്ലാ ദിവസവും അവിടെയുള്ള രോഗികളും കൂട്ടിരിപ്പുകാരുമുള്ള കേരളത്തിലെ ഏറ്റവും അഭിമാന സ്തംഭമായ വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ അങ്ങനെ അപകടകരമായ ഒരു കെട്ടിടം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല, നടപടി എന്തെങ്കിലും സ്വീകരിക്കാൻ ശ്രമം ഫയലിലെങ്കിലും ഉണ്ടായോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി പുറത്തേക്ക് എത്തേണ്ടതുണ്ട്.